അതിന്റെ സൈഡിലേക്കും നീളുന്ന വലിയൊരു മൈതാനിയാണ്. ആ മൈതാനം നിറഞ്ഞ കവിഞ്ഞാളെന്തായാലും ഇതിനോടകം ഉണ്ടായിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനിരിക്കുന്നു. പി വി അൻവർ എന്ന ഈ സദസ്സിൽ പി വി അൻവറിനൊപ്പം ആരൊക്കെയുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ ആകാംക്ഷയാണ്. ഈ യോഗത്തിൽ, ഈ പറയുന്ന വിശദീകരണ യോഗത്തിൽ പി വി അൻവർ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ ആകാംക്ഷയുണ്ട്. കൂടുതൽ വിമർശനങ്ങളിലേക്ക് പോവുകയാണോ, കൂടുതൽ ആരോപണങ്ങളിലേക്ക് പോവുകയാണോ, കൂടുതൽ തെളിവുകൾ നിരത്തിയുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണോ അൻവർ, അതോ ഇപ്പം ഡെമോക്രാറ്റ് മൂവ്മെന്റ് ഓഫ് കേരള ഇവിടെ കൃത്യമായ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? രാഷ്ട്രീയ പാർട്ടിയായി അത് പരിണമിക്കുമോ? രാഷ്ട്രീയമായി പരിണമിക്കുന്നതിന് മുൻപുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നേരത്തെ രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നു അനുജ, ഇത് ഓരോ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച്, ഓരോ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ഈ മുന്നേറ്റത്തിന് കൃത്യമായ കമ്മിറ്റി അടിസ്ഥാനത്തിൽ ഉണ്ടാകും, അവിടെ കൃത്യമായ പ്രവർത്തകരുണ്ടാകും. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടക്കം മുതൽ എങ്ങനെ കെട്ടിപ്പടുക്കണോ ആ രീതിയിൽ തന്നെ കെട്ടിപ്പടുക്കുന്ന രീതി പി വി അൻവർ ഇപ്പോൾ വേദിയിലേക്ക് വരികയാണ്. കുറേയധികം അനുകൂലികൾ അല്ലെങ്കിൽ അനുയായികളുടെ അകമ്പടിയോടെ പി വി അൻവർ MLA വേദിയിലേക്ക് വരികയാണ്. രാഷ്ട്രീയ വിശദീകരണ യോഗം അനുജ നമുക്ക് ഓർമ്മയുണ്ട്, അവിടെ ഒരു മലപ്പുറം മുസ്ലിമായ ഒരു വേദിയിലുണ്ടായ തർക്കത്തെ തുടർന്ന് ഇവിടം വരെ എത്തിയ വലിയ ഒരു രാഷ്ട്രീയ മൂവ്മെന്റാണ്. സുഖു അടക്കമുള്ളവർ നേരത്തെ പി വി അൻവറിനൊപ്പം CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി, മുൻ CPM ഏരിയ കമ്മിറ്റി സുഖു അടക്കമുള്ളവർ ഇപ്പോഴും വേദിയിലുണ്ട്. വേദിയിലേക്ക് കടന്നു വരികയാണ്. ആശീർവദിക്കുക, അനുമോദിക്കുക. പുറത്തു നിൽക്കുന്ന ആളുകൾ മുഴുവനും ഈ ഓഡിറ്റോറിയത്തിലേക്ക്, പന്തലിലേക്ക് കയറി നിൽക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ MLA, സമകാലിക കേരള രാഷ്ട്രീയത്തിലെ നേരിന്റെ നായകൻ, നമ്മുടെ സ്വന്തം PV അൻവർ MLA ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. അൻവർ മാത്രമേ ഉള്ളൂ. വെള്ളിപ്പറമ്പ് വേദിയിലുണ്ട്. വേദിയിൽ സുഖു ഉണ്ട്, മുൻ CPM നേതാവ് സുഖു ഉണ്ട്. അതല്ലാതെ പ്രധാനപ്പെട്ട മറ്റു നേതാക്കൾ, DMKയുടെ മറ്റു നേതാക്കളൊന്നും വേദിയിൽ ഇപ്പോൾ കാണാനില്ല. ഇവിടെ DMKയുടെ 2 നിരീക്ഷകർ എന്തായാലും ഈ സദസ്സിലുണ്ടാകും എന്ന് നേരത്തെ തന്നെ അൻവർ പറഞ്ഞിരുന്നു. അത് പക്ഷേ ആരാണെന്ന കാര്യം അറിയില്ല. DMKയുടെ പ്രവർത്തകർ കൂടുതലായി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അനുജ. അത് അൻവർ എത്തിക്കുന്നുണ്ട്. അൻവർ DMK നീലഗിരിയിൽ നടക്കുമ്പോൾ DMK പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് നിലമ്പൂർ വഴി ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനി എന്താണ് അൻവർ പറയുക എന്നുള്ളതാണ് ആകാംക്ഷ. നേരത്തെയൊക്കെ ചന്തക്കുന്ന് പ്രസംഗത്തിലെയൊക്കെ ഉള്ളതുപോലെ ദീർഘനേരം നീളുന്ന ഒരു പ്രസംഗമായിരിക്കില്ല എന്ന് നേരത്തെ പി വി അൻവർ ക്യാമ്പ് പറയുന്നുണ്ടായിരുന്നു. ഇത് ഈ പറയുന്ന സാമൂഹ്യ മുന്നേറ്റത്തിനെ ടു ദ കോർ, എന്തൊക്കെ കാര്യങ്ങളാണ് സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ രീതി, എന്താണ് അതിൻ്റെ ലക്ഷ്യം, എന്താണ് അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ മുന്നോട്ടുള്ള പരിണിതി എന്താണ്, അതിൻ്റെ പരിണാമം എന്താകാം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇതെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ വേദിയിൽ വിശദീകരിക്കും അൻവർ എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് VIP-കളെ ഒന്നും എന്തായാലും സ്റ്റേജിൽ ഇപ്പോൾ കാണുന്നില്ല. നമുക്ക് DMKയുടെ നേതാക്കളെയും കാണാനില്ല. DMK നേതാക്കൾ ഇങ്ങോട്ടൊക്കെ എത്തും എന്ന കാര്യമൊക്കെ നേരത്തെ ചില സൂചനകൾ കിട്ടിയിരുന്നു. ഇവിടെ ഒരു വയോധിക ബൊക്ക കൊടുത്ത് ഇവിടെ പി വി അൻവറിനെ സ്വീകരിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ കസേരകൾ നിറഞ്ഞുകൊണ്ട് നേരത്തെ ഒരുപക്ഷെ ഒരു 5:30-6 മണിയാകുമ്പോഴേക്കും ഈ പറയുന്ന ആളൊക്കെ ഇവിടെ എത്തിച്ചേരുമെന്ന സംശയം ഉറപ്പായും തോന്നിയിരുന്നു. കാര്യം അത്രത്തോളം കസേരകൾ കാലിയായി കിടന്നിരുന്നു. മഴ മാറിയപ്പോഴേക്കും ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ച കണ്ടു. പല സ്ഥലങ്ങളിലായി ഇപ്പോൾ ഒരു ജനസാഗരം പോലെ കിടക്കുന്നു. നമ്മൾ എവിടെയാണ്, നമ്മൾ ചന്തക്കുന്നിൽ കണ്ട പോലെ, കോഴിക്കോട് കണ്ട പോലെയൊക്കെ സമാനമായ വലിയ ജനസാഗരം ഇവിടെയും കാണാം. ഇത് വലിയ പ്രതിസന്ധികൾക്കിടയിൽ തൻ്റെ ഓരോ ചിന്താധാരയിൽ വരുന്ന നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന പ്രിയങ്കരനായ നമ്മുടെ MLA, അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന വിശദീകരണ സമ്മേളനത്തിലേക്ക് സ്വാഗത ഭാഷണത്തിനു വേണ്ടി പ്രിയങ്കരനായ ജോഷി മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അല്പസമയത്തിനകം പി വി അൻവറിൻ്റെ രാഷ്ട്രീയ
വിശദീകരണ യോഗം ആരംഭിക്കും. അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപനം നടത്താൻ പോവുകയാണ്. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നത് കേൾക്കാനാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. ഇപ്പോൾ വേദിയിൽ നമുക്ക് കാണാം, അവിടെ 10 കസേരകളാണുള്ളത്. അവിടെ പ്രധാനപ്പെട്ട ആളുകൾ DMK-യുടെ പ്രമുഖരായ നേതാക്കൾ ഉണ്ടാകുമെന്നൊക്കെയുള്ള തരത്തിൽ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ആ തരത്തിലേക്ക് ആരെയും അവിടെ കാണാൻ കഴിയുന്നില്ല. സുഗു എന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ, അദ്ദേഹം CPIM-ലെ മുൻ പ്രവർത്തകനാണ്, ഭാരവാഹിയായിരുന്നു, അദ്ദേഹം അവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾ ആരും അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അണികൾ PV അൻവറിനെ സ്വാഗതം ചെയ്തത്.